തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ ചുമരെഴുത്തും പ്രചരണവും സജീവമാണ്. പാർട്ടി ചിഹ്നങ്ങളായ അരിവാൾ ചുറ്റികയും കൈപ്പത്തിയും താമരയുമൊക്കെ ചുമരുകളിൽ നിറയുമ്പോൾ അതിനു പിന്നിലെ ചരിത്രം അറിയുന്നതും രസകരമാണ്. സ്വാഗതം പോൾ പോർട്ടിലേക്ക്. രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള ബാലറ്റ് പെട്ടികളായിരുന്നു. 1937 പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മഞ്ഞപ്പെട്ടി, ജിന്നയുടെ മുസ്ലിം ലീഗിന് പച്ചപ്പെട്ടി എന്നിങ്ങനെ ഓരോ പാർട്ടിക്കും ഓരോ നിറത്തിലുള്ള ബാലറ്റ് പെട്ടികൾ അനുവദിക്കപ്പെട്ടു. പെട്ടികളിൽ ഓരോന്നിലും വീഴുന്ന വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി വിജയികളെ നിശ്ചയിച്ചു. പിന്നീട് രാജ്യം തെരഞ്ഞെടുപ്പ് കാണുന്നത് 1951 അന്ന് വോട്ടിംഗ് ബാലറ്റ് പേപ്പറിലായിരുന്നു. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം വെച്ചാൽ ഭൂരിഭാഗം പേർക്കും സ്ഥാനാർത്ഥികളെ മനസ്സിലാകുമായിരുന്നില്ല. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം എന്ന സങ്കല്പത്തിലേക്ക് വരുന്നത്. കോൺഗ്രസ് ആദ്യമായി മത്സരിച്ചത് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നില്ല, നുകം വെച്ച കാളയായിരുന്നു ചിഹ്നം. 1969 കഴിഞ്ഞപ്പോൾ ഇന്ദിര കോൺഗ്രസിനെ പിളർത്തി. തർക്കങ്ങൾക്കിടെ ഇന്ദിരയ്ക്ക് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ ജയിപ്പിച്ച നുകം വെച്ച കാള ചിഹ്നത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെട്ടു. പുതിയൊരു ചിഹ്നം ഏറെ ആലോചനകൾക്ക് ശേഷമാണ് ഇന്ദിര തെരഞ്ഞെടുത്തത്. പശുവും കിടാവുമായിരുന്നു അത്. എതിരാളികൾ മകൻ സഞ്ജയെയും ചേർത്ത് അമ്മയും മോനും എന്ന് വിളിച്ച് ആ ചിഹ്നത്തെ കളിയാക്കി. 1978 കോൺഗ്രസിൽ വീണ്ടും തർക്കങ്ങളുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശുവും കിടാവും ചിഹ്നം മരവിപ്പിച്ചു. പിന്നീട് ആന്ധ്രയിലെ രാജരത്നം എന്ന കോൺഗ്രസുകാരനാണ് കൈപ്പത്തി മതിയെന്ന ഇന്ദിരയെ ഉപദേശിക്കുന്നത്. 1951 ശ്യാമപ്രസാദ് മുഖർജി രൂപം നൽകിയ അഖില ഭാരതീയ ജനസംഘം എന്ന പാർട്ടിയായിരുന്നു BJPയുടെ പൂർവ്വസൂരികൾ. എണ്ണവിളക്കായിരുന്നു അന്ന് അവരുടെ ചിഹ്നം. അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘം മറ്റു പല പാർട്ടികളുമായി ലയിച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടു. ചിഹ്നം കലപ്പയേന്തിയ കർഷകനായിരുന്നു. ഇന്ത്യൻ ജനത 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലം തൊടിയിച്ചില്ല. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിലേറി. ഒരു കാരണം ആ സർക്കാരിന് അല്പായുസായിരുന്നു. 1980 ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിൽ ജനതാ പാർട്ടി പുനർജനിച്ചു. കുങ്കുമ നിറത്തിലുള്ള താമര ചിഹ്നം BJPക്ക് അനുവദിക്കപ്പെട്ടു. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പോരാട്ടങ്ങളുടെ പ്രതീകമായിരുന്ന അരിവാളും ചുറ്റുകയും വിടാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തയ്യാറായിരുന്നില്ല. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച CPI തങ്ങൾക്ക് അരിവാൾ ചുറ്റിക തന്നെ ചിഹ്നമായി വേണമെന്ന് ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ കൊടി തന്നെ ചിഹ്നമായി അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസമ്മതിച്ചു. അപ്പോൾ CPI ചുറ്റികയ്ക്ക് പകരം നെൽക്കതിർ വെച്ച് പ്രശ്നം പരിഹരിച്ചു. പിന്നീട് 1964 പിളർപ്പിന് ശേഷം അരിവാൾ ചുറ്റികയുടെ മുകളിൽ ഒരു നക്ഷത്രം കൂടി ചേർത്ത് അപേക്ഷിച്ച CPIM-ന് ആ ചിഹ്നം അനുവദിച്ചു കിട്ടി. അന്നു മുതൽ ഈ 2 ചിഹ്നങ്ങളിലാണ് CPI-യും CPIM-ഉം തെരഞ്ഞെടുപ്പുകളെ നേരിടുന്നത്. 75 വർഷമായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് CPI.